ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രജീസ് വ്ലോഗ്. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്തവണത്തെ വീഡിയോ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ച് സ്കിന്നൊന്ന് ഗ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം മെയ്ഡ് നൈറ്റ് ക്രീമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അതിനു മുമ്പേ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കരുതേ. ഈ ക്രീം നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ചെറിയ ബീറ്റ്റൂട്ട് കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്ത് കളഞ്ഞിട്ട് ഞാനത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ടൊരു പാത്രത്തിലൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതല്ലാതെ നമുക്ക് ഇതിൻ്റെ ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് നമുക്ക് ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുക്ക് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ ഒരു ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചെറിയ ഗ്ലാസ്സിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം കൊള്ളും കേട്ടോ. വളരെ ചെറിയ ഗ്ലാസ്സാണിത്. 2 ടേബിൾ സ്പൂണോളം വെള്ളം കൊള്ളുന്ന ഗ്ലാസ്സാണ്. ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം നിറച്ചെടുക്കുന്നില്ല. ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ബീറ്റ്റൂട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. കുക്ക് ചെയ്യുമ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. അതിൻ്റെ ആ ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ എടുക്കുകയാണ് ഞാനിവിടെ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. ഞാൻ മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്തത്. നിങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുറന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടുക്കി പിടിക്കാതെ നോക്കണം. നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിൻ്റെ ആവിയൊന്നും പുറത്ത് പോകാണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചിട്ട് നോക്കാം. അപ്പം ഒന്നുകൂടെ ഒന്ന് പാകാം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പാകം എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് തണുത്തിട്ട് നമുക്കിത് ഫിൽറ്റർ ചെയ്തെടുക്കാം, അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബീട്രൂട്ട് ജ്യൂസൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിന് 1/4 ഗ്ലാസ്സോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ക്രീം ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ക്ലീൻ ആയിട്ടുള്ള നനവൊന്നുമില്ലാത്ത നല്ല വൃത്തിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സ്പൂണോളം ആലോവേര ജെൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്പൂണ് 4 സ്പൂണോളം എടുത്താലാണ് 1 ടേബിൾ സ്പൂണിൻ്റെ അളവ് വരിക കേട്ടോ. അപ്പോൾ അത്ര ചെറിയ സ്പൂണാണ്. അപ്പോൾ ആ ചെറിയ സ്പൂണിന് 2 സ്പൂണോളം ആലോവേര ജെൽ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ക്യാപ്സൂളിൻ്റെ വൈറ്റമിൻ ഇ ഓയിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ആലോവേര ജെല്ല് എടുക്കുമ്പോഴത്തേക്കും കളറില്ലാത്ത ആലോവേര ജെല്ല് എടുക്കണമായിരിക്കും കേട്ടോ നല്ലത്. നല്ല ബ്രാൻഡിൻ്റെ പ്യൂറായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ആലോവേര ജെല്ല് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതായിരിക്കും നല്ലത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഗ്ലിസറിനും കൂടെ ചേർക്കുന്നുണ്ട്. ആ വീഡിയോ ഇതിൽ റെക്കോർഡായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് ജ്യൂസ് 1-2 സ്പൂണോളം ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ക്രീം ഏതെങ്കിലും ടൈറ്റ് ആയിട്ടുള്ളൊരു നല്ല വൃത്തിയുള്ളൊരു കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് രാത്രിയിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ. ഞാനിപ്പം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ 1 സ്പൂണോളം നിറച്ചെടുത്തിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ബീറ്റ്റൂട്ട് ജ്യൂസ് ഒരു 4 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അലോവേര ജെല്ല് നമ്മുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവർ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് അതിലാവശ്യത്തിൽ 1-2 സ്പൂണോളം മോയ്സ്ചറൈസർ എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂണോളം
നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് രാത്രിയിൽ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അലോവേര ജെല്ലും അതേപോലെ തന്നെ എൻ്റെ ഒരു മോയ്സ്ചറൈസറും കൂടെ രണ്ടും കൂടെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ കണ്ടെയ്നറിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു സംഭവം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിനൊരു ഗ്ലോയൊക്കെ ഉണ്ടാവും, പിഗ്മെൻറ്റേഷനൊക്കെ കുറഞ്ഞു. അപ്പോൾ നമ്മൾ ജ്യൂസ് എടുത്തതിൻ്റെ ആ ഒരു ബാക്കി ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു പിശുട് നമുക്ക് ബോഡി സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു സ്ക്രബാണ്. അപ്പോൾ നമുക്ക് ഫേസിലും ബോഡിയിലും ഒക്കെ നല്ലൊരു സ്ക്രബായിട്ട് നമുക്കത് അപ്പോൾ ഈ ഒരു ടിപ്പ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ ഉണ്ടാവും, പിഗ്മെൻറ്റേഷനൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഒരു കാര്യം പറയുകയാണ്, ഈ വീഡിയോയുടെ ഇടയിൽ കുറേ സൗണ്ടൊക്കെ കേട്ട് വോയിസ് ഡിസ്റ്റർബായി എന്നറിയാം. അപ്പോൾ അതിൻ്റെ മോൻ്റെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. അതോടൊപ്പം തന്നെ വയനാട്ടിൽ നടന്ന ദുരന്തം പോലെ ഇനിയൊരു പ്രകൃതി ദുരന്തം ഇനി ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.